നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല നാടൻ ചായ പലഹാരമായിട്ടുള്ള കലത്തപ്പം തയ്യാറാക്കിയെടുക്കാം. കുക്കറപ്പം എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കലത്തപ്പം കണ്ണൂർക്കാർക്ക് എന്നും പ്രിയപ്പെട്ട ഒരു ചായ പലഹാരം തന്നെയാണ്. നല്ലൊരു ചൂട് കട്ടൻ ചായ കൂടിയുണ്ടെങ്കിൽ സംഭവം അങ്ങ് ഉഷാറായി. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യും 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ടേക്ക് തേങ്ങാ കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കൈപ്പിടിക്കൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തേങ്ങാക്കൊത്ത് ചേർത്ത് കഴിഞ്ഞാൽ നെയ്യിലും എണ്ണയിലും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ഒരു കളറ് മാറി ആ ഒരു ഗോൾഡൻ യെല്ലോ കളറായി വരുമ്പോൾ ഇതിനകത്തോട്ടേക്കുള്ള പ്രധാന ചേരുവയായിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയുള്ളി കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ 7-8 എണ്ണമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനൊരു 7-8 എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ സവാള ഇതിന് പകരം ഒരിക്കലും ഉപയോഗിക്കരുത്, ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയുള്ളി തന്നെ ഉപയോഗിക്കണം. കളറ് മാറി ഒരു കളറാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റി നമുക്കിതിലോട്ടേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അളവ് കപ്പ് വേണമെന്നൊന്നുമില്ല. നിങ്ങൾ ഏത് കപ്പാണോ അളവ് എടുക്കുന്നത് അതേ കപ്പ് തന്നെ എല്ലാത്തിനും വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഒരു 3-4 മണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി കുതിർത്തി എടുത്തതിന് ശേഷം വെള്ളം വാർന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിനുശേഷം മിക്സിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ ചോറ് കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ചോറ് ചേർത്ത് കഴിഞ്ഞാൽ കലത്തപ്പത്തിന് വല്ലാത്തൊരു ഒട്ടൽ പോലെ ഉണ്ടാകും നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അതിനേക്കാളും നല്ലത് ആ ചോറങ്ങ് ഒഴിവാക്കുന്നതാണ്. അപ്പോൾ അതിന് പകരം ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ടേക്കുള്ള വെള്ളത്തിൻ്റെ അളവാണ് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത്. ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നിങ്ങൾ അരക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ അരക്കുന്ന സമയത്ത് പാകം നോക്കുക. നിങ്ങൾക്ക് ഒട്ടും അരക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരിക്കലും കൂടി പോകരുത്. കാരണം ശർക്കരപ്പാനി ചേർത്തിട്ടാണ് പിന്നെ നമ്മൾ ഈ ഒരു ബാറ്ററിനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുക്കുക. അതിനുശേഷം ഈ ഒരു ബാറ്ററിനകത്തോട്ടേക്ക് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ചിനടുത്ത് ചെറിയ ജീരകം അഥവാ കറി ജീരകം പൊടിച്ചതും ഒരു 2 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ചൂട് ശർക്കരപ്പാനിയാണ് ഇനി ഒഴിച്ചു കൊടുക്കാനുള്ളത്. ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സമയം നമ്മൾ ആ ബാറ്റർ അങ്ങ് വെക്കരുത്. ആ ഒരു ചെറു ചൂടോട് കൂടി തന്നെ നമ്മൾ കുക്കറിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം എപ്പോഴും കലത്തപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മളിപ്പം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 അച്ച് ശർക്കരയാണ്. ഇതിലോട്ടേക്ക് എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവും ശ്രദ്ധിക്കാനുള്ളതാണ്. 1/4 കപ്പിൽ കൂടുതൽ ഉപയോഗിക്കരുത്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും മധുരം വേണമെന്നുണ്ടെങ്കിൽ 3 അച്ചൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് ശർക്കര ഉരുകി വന്നതിന് ശേഷം ശർക്കരയാണ് കല്ലും തരികളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ബാറ്ററിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ നല്ല ചൂടോടുകൂടി ഈ നല്ല തിളച്ച ശർക്കരപ്പാനി തന്നെ ഈ ബാറ്ററിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരിക്കലും ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കരുത്. ഒരു കൈ കൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മറ്റേ കൈ കൊണ്ട് നമ്മുടെ കൂട്ടുമായിട്ട് നന്നായിട്ട് അപ്പം തന്നെ ഇതുപോലെ കണ്ടില്ലേ യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു സ്റ്റേജിലാണ് ശരിക്കും കലത്തപ്പത്തിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. നല്ല തിളച്ച ശർക്കരപ്പാനി ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അതുപോലെ ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ചതുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു ചേരുവ കൂടിയുണ്ട്, അപ്പക്കാരം. അത് ശരിക്കും നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ആ ചായക്കടയിലത്തെ ആ ഒരു ടെക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ സോഡ നമ്മളിപ്പോൾ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ആദ്യം കുക്കർ ഒന്ന് ചൂടാക്കി എടുക്കണം. കുക്കർ ചൂടായി വരുന്ന സമയത്ത് മാത്രം വേണം നമ്മൾ സോഡ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 3 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് കേട്ടോ. ഞാൻ സാധാരണ എപ്പോഴും ഇതിനകത്ത് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ടേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതായത് താഴെ ഭാഗത്തും സൈഡിലൊക്കെ നല്ല രീതിയിൽ എണ്ണയും നെയ്യും വരുന്ന രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ആ കുക്കർ ചൂടാകുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ചൂടായി വന്ന് തുടങ്ങുമ്പോൾ ഇതിനകത്തോട്ടേക്ക് 2 നുള്ള് അപ്പക്കാരം അഥവാ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക.
അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റും സ്നാക്കൊക്കെ ആയിട്ട് കലത്തപ്പം എല്ലാ വീടുകളിലും തയ്യാറാക്കി എടുക്കുന്നതാണ്. അപ്പോൾ സാധാരണ ഈ ഒരു സോഡാപ്പൊടി ചേർക്കാറില്ല കേട്ടോ. ചില ആൾക്കാർ പഴം ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതിനകത്ത് കലത്തപ്പത്തിനകത്ത് പഴം ചേർത്തിട്ടും ചെയ്യാറുണ്ട്. പക്ഷേ അത് ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് ഉണ്ടാകും. അപ്പോൾ സോഡാപ്പൊടി നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ചൂടായിട്ടുള്ള കുക്കറിനകത്തോട്ടേക്ക് ഈ ഒരു ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം എന്ന് പറയുന്നത് മീഡിയം ഫ്ലെയിമാണ്, ഒരിക്കലും കുറച്ച് വെക്കരുത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കുക്കറിനകത്തോട്ടേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെറിയുള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അങ്ങ് തൂക്കി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ലാസ്റ്റ് കലത്തപ്പം സെർവ് ചെയ്യുന്ന സമയത്ത് കാണാനാണെങ്കിൽ നല്ലൊരു ഭംഗിയിടും. മുകൾ ഭാഗത്തൊക്കെ ആ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടിയായിരിക്കും. ഇനി ഇത് അടച്ചു വെക്കണം. അടച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വിസിൽ വെക്കരുത്. വിസിൽ അങ്ങ് റിമൂവ് ചെയ്യുക. വാഷർ ഇട്ടിട്ട് തന്നെയാണ് നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കുന്നത് കേട്ടോ. അതിൻ്റെ ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ അഴിച്ചു വെക്കുന്നില്ല. നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ 1 മിനിറ്റ് നല്ല ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഫ്ലെയിം കുറക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ആവി ചെറുതായിട്ട് ഇങ്ങനെ കുമിള പോലെ മുകളിൽ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കലത്തപ്പം തയ്യാറാക്കാൻ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇത് ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മളിത് തയ്യാറാക്കാൻ വെച്ചിട്ട് വേറെ ഒരു പണിക്കും പോകരുത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തെ ഒരു 6 മിനിറ്റൊക്കെ കഴിയുമ്പോഴാണ് കണ്ടില്ലേ ഇതുപോലെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ നന്നായിട്ട് ആവി വന്ന് നല്ല മണം വരാൻ തുടങ്ങും. ആ ഒരു സമയമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ടൈം നോക്കുന്നത്. അല്ലാതെ ഇത്ര മിനിറ്റ് കറക്റ്റിലല്ല നോക്കുന്നത്. ജസ്റ്റ് ഇതിൽ ആവി വരുന്നത് നോക്കിയിട്ടാണ്. ചെറുതായിട്ട് ആദ്യം ആവി വരും, ആദ്യം ഇങ്ങനെ കുമിള പോലെ വരും, പിന്നെ ചെറുതായിട്ട് ആവി വരും, പിന്നെ നന്നായിട്ട് ആവി വരും. അപ്പോൾ ഇത് നല്ലതുപോലെ പാകമായി വരുന്ന ഒരു കണക്കാണിത്. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കണം. സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുന്ന സമയത്ത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ചെറുതായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് തൊട്ട് നോക്കുക. അപ്പോൾ കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നാണെങ്കിൽ നന്നായി. ഇതിപ്പോൾ നല്ലതുപോലെ പാകമായിട്ടുണ്ട്. ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം മാത്രം വേണം നമ്മൾ കലത്തപ്പം കുക്കറിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ടാകും, താഴെ ഭാഗത്തും മൊരിഞ്ഞിട്ടാണ് ഉണ്ടാകുക. ബാക്കി നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുക. ശരിക്കും ഇത് സ്ഥിരമായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നതായിരിക്കും. കണ്ണൂർ സൈഡിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം ചായപ്പലഹാരമായിട്ടൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്കൊരു പീസൊന്ന് കട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ ഈ ഒരു സോഡാപ്പൊടി ചേർക്കണ്ട കേട്ടോ. ഈ ഒരു സംഭവം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ സ്ഥിരമായിട്ടൊന്നും ഉണ്ടാക്കുന്ന സമയത്ത് അത് ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ലൊരു ചൂട് കട്ടൻ ചായ കൂടി ഉണ്ടെങ്കിൽ ശരിക്കും വൈകുന്നേരം കഴിക്കാൻ ഏറ്റവും സൂപ്പറായിട്ടുള്ള നല്ല നാടൻ 4 മണി പലഹാരമാണെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി നാടൻ പലഹാരങ്ങളുടെ റെസിപ്പിയുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നമുക്ക് നല്ല നല്ല വെറൈറ്റി ഡിഷസുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.